ബോയ്സ്, നിങ്ങൾ വർഷങ്ങളായിട്ട് ഗെയിംസ് കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മിക്കവാറും ഈ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നമ്മളൊരു ഗെയിമിൻ്റെ ട്രെയിലറോ ടീസറോ കാണുന്നു, ആ ഗെയിമിന് വേണ്ടി സംവോട്ട് എക്സൈറ്റഡ് ആവുന്നു, പിന്നെ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങൾക്കോ ശേഷം ആ ഗെയിം റിലീസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ആ ഗെയിം ഡൗൺലോഡ് ചെയ്ത് നമ്മളെ PC-യിലോ കൺസോളോ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. പിന്നീട് ആ ഗെയിം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 അവർ കളിക്കുമ്പോൾ പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു ലെവൽ ഓഫ് ഫണ്ണ് അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് ഇല്ല. ഓർ ഇറ്റ് ഡസൻറ്റ് ഫീൽ ലൈക്ക് ഹൗ ഇറ്റ് യൂസ് ടു ഫീൽ. ഇങ്ങനെ തോന്നുന്നതിൻ്റെ റീസൺ ഇപ്പോൾ ഉള്ള ഗെയിംസിൻ്റെ ക്വാളിറ്റിയാണെന്ന് ക്ലെയിം ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അതായത് പണ്ട് കാലത്തുള്ള ഗെയിംസാണ് ബെറ്റർ, ഇപ്പോൾ ഉള്ള ഗെയിംസിന് ആ സെയിം ലെവൽ ഓഫ് ക്വാളിറ്റി ഇല്ല. അത് സ്റ്റോറി ടെല്ലിങ് നോക്കുകയാണെങ്കിലും റൈറ്റിംഗ് നോക്കുകയാണെങ്കിലും ഓവറോൾ ഇന്നോവേഷൻ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മിഷൻ സ്ട്രക്ചർ നോക്കുകയാണെങ്കിലും പഴയ കാലത്തെ ഗെയിംസാണ് ബെറ്റർ. ഇതിനോട് ഞാൻ 100% യോജിക്കുന്നില്ലെങ്കിലും ഒരു പരിധി വരെ യോജിക്കുന്നു. പണ്ട് കാലത്തുള്ള ഗെയിംസിൻ്റെ സ്റ്റോറി ടെല്ലിങ് നോക്കുകയാണെങ്കിലും റൈറ്റിംഗ് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മിഷൻ സ്ട്രക്ചർ നോക്കുകയാണെങ്കിലും ലെവൽ ഡിസൈൻ നോക്കുകയാണെങ്കിലും അന്നുള്ള ഗെയിംസ് അല്ലെങ്കിൽ ഇറങ്ങിയിരുന്ന മിക്ക ഗെയിംസിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ ഉള്ള ഗെയിംസിനേക്കാൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന ഗെയിംസിന് ക്വാളിറ്റിയേ ഇല്ല എന്നല്ല. ഇൻഫാക്ട് നമ്മൾ ലാസ്റ്റ് 5 ഇയേഴ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേയധികം നല്ല ഗെയിംസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ എക്സാമ്പിളാണ് ബോൾഡേഴ്സ് ഗേറ്റ് 3 അല്ലെങ്കിൽ എൽഡൻ റിങ്, ക്ലിയർ ഒബ്സ്ക്യൂർ എക്സ്പെഡിഷൻ 33, അലൻ വേക്ക് 2. അവാർഡ് കിട്ടിയിട്ടുള്ളതും കിട്ടാത്തതുമായിട്ടുള്ള ഇഷ്ടംപോലെ നല്ല ഗെയിംസ് ഉണ്ട്. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് ഗെയിംസ് ഇപ്പോൾ ഇറങ്ങുന്നതും ആ ടൈമിൽ ഇറങ്ങുന്നതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി, എസ്പെഷ്യലി സിംഗിൾ പ്ലെയർ ക്യാമ്പയിൻ്റെ ക്വാളിറ്റി ആ ടൈമിലുള്ള ഗെയിംസിനായിരുന്നു ബെറ്റർ. ഞാൻ ഈ പറഞ്ഞ ഗെയിം ക്വാളിറ്റി ഇതിലെ ഒരു ഫാക്ടർ ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നമ്മളുടെ മിക്ക ആൾക്കാർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമുണ്ട്. ഇതിൻ്റെ മറ്റൊരു റീസൺ ഏജിങ് ആണ്. ഈ ഗെയിം ക്വാളിറ്റി നമുക്ക് ഇങ്ങനെ തോന്നുന്നതിലെ ഒരു ഫാക്ടർ ആണെങ്കിൽ പോലും നമ്മളുടെ മിക്ക ആൾക്കാരും ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന മറ്റൊരു ഫാക്ടറുണ്ട്, ഏജിങ്. യെസ്, എസ്പെഷ്യലി നിങ്ങളൊരു ഏർലി 2000 ഈവൻ 90s ഗെയിംസ് കളിച്ച് തുടങ്ങിയവരാണെങ്കിൽ മിക്കവാറും നിങ്ങളൊരു ലേറ്റ് 20s അല്ലെങ്കിൽ ഏർലി 30s ഓർ ഈവൻ മിഡ് 30s എത്തിയിട്ടുണ്ടാവും. അങ്ങനെയാകുമ്പോൾ ഏജിങ് ഗെയിമിങ്ങിൽ ഒരു ഫാക്ടറാണ്. ഏജിങ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏജ് ആയതുകൊണ്ട് ഗെയിംസ് എൻജോയ് ചെയ്യാനുള്ള എബിലിറ്റി പോയി എന്നുള്ളതല്ല. നമ്മൾ ഏജ് ചെയ്യുമ്പോൾ ചില മാറ്റങ്ങൾ വരും. അത് ലുക്ക് വൈസ് മാത്രമല്ല, റെസ്പോൺസിബിലിറ്റി വൈസും. നമ്മൾ കുട്ടിക്കാലത്ത് ഗെയിംസ് കളിച്ചതുപോലെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച അല്ലെങ്കിൽ ഈവൻ കോളേജ് പഠിച്ച ടൈമിൽ ഗെയിംസ് കളിക്കുന്നത് പോലെയല്ല നമ്മളൊരു ഫുൾ ടൈം ജോബുള്ള ടൈം പീരീഡിൽ. ഫുൾ ടൈം ജോബ് മാത്രമല്ല, നിങ്ങൾ കാണുന്നവരിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വൈഫ് അല്ലെങ്കിൽ പാർട്ട്ണറും ഉണ്ടാവും. സോ അങ്ങനെയുള്ള ഒരു ടൈം പീരീഡിൽ ഗെയിം കളിക്കുന്നത് ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ്. ഇതെനിക്ക് റിലേറ്റബിൾ ആണ്. അറ്റ് ദ മൊമെൻറ്റ് എനിക്ക് പാർട്ട്ണറില്ല, ഫ്യൂച്ചറിലും പാർട്ട്ണർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ബട്ട് ജോബിൻ്റെ കേസിൽ ഒരു ഫുൾ ടൈം ജോബ് ഉണ്ടാകുമ്പോൾ ഒരു ഗെയിം എൻജോയ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മൾ ഫുൾ ടൈം ജോബ് എന്ന് പറയുമ്പോൾ ബേസിക്കലി മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുന്നു. യെസ്, വീക്കെൻഡ് 2 ഡേ കിട്ടും. അപ്പോൾ വിചാരിക്കും ഓക്കെ സാറ്റർഡേ സൺഡേ ഗെയിംസ് എൻജോയ് ചെയ്യാം, മേ ബി പുറത്തും പോകാമെന്നൊക്കെ വിചാരിക്കുമെങ്കിലും നമ്മൾ ഗെയിം കളിച്ച് തുടങ്ങുമ്പോൾ ഒരു തരം ഗിൽറ്റി ഫീലിംഗ് തോന്നും. അതായത് നമ്മൾ സബ്-കോൺഷ്യസ്ലി ഓർ കോൺഷ്യസ്ലി നമ്മൾ തന്നെ നമ്മളെ ഏജ് റിമൈൻഡ് ചെയ്യിക്കും. അത് 30 ആണെങ്കിൽ 30, 28 ആണെങ്കിൽ 28. നിങ്ങൾ ഏജ് ഇതാണ്, ഈ ഏജിൽ ഇങ്ങനെ ഗെയിം കളിച്ചിരിക്കാവോ, ഈ സമയം എന്തെങ്കിലും പ്രൊഡക്റ്റീവായി ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഈ ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് ഹസൽ ചെയ്ത് ഈവൻ മോർ ക്യാഷ് ഏൺ ചെയ്തുകൂടെ. ഇങ്ങനെയുള്ള തോട്ട് പാറ്റേൺസ് അത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നമ്മളെ എൻവയോൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണോ എന്നറിയില്ല. എന്തായാലും ഈവൻ ഇഫ് നിങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഗെയിം കളിക്കാൻ പറ്റില്ല. ഇത് ഞാൻ കിങ്ഡം കംസ് ഡെലിവറൻസ് 2 എന്ന് പറഞ്ഞ ഗെയിം കളിച്ചപ്പോൾ ഇനീഷ്യലി ഫേസ് ചെയ്തൊരു സിറ്റുവേഷനാണ്. ആ ഗെയിമിന് വേണ്ടി ഞാൻ അത്യാവശ്യം എക്സൈറ്റഡ് ആയിരുന്നു. ഇൻഫാക്റ്റ് ആ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് തുടങ്ങിയപ്പോഴും അതൊരു ഫ്യൂ അവേഴ്സ് കളിച്ചപ്പോഴും ആ സെയിം ലെവൽ ഓഫ് എക്സൈറ്റ്മെൻറ്റ്, ഇൻഫാക്റ്റ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ മോർ അവേഴ്സ് ആ ഗെയിം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് എൻജോയിങ് ദ ഗെയിം ഞാൻ ഫേസ് ചെയ്തത് ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ്. അതായത് ഇൻ ഗെയിമിൽ പല ക്രാഫ്റ്റിങ്ങും പല മെറ്റീരിയലും ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നത് റിയൽ ലൈഫിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ലൈക്ക് വാട്ട് ആം ഐ ഡൂയിങ് ഇൻ റിയൽ ലൈഫ്. അഗെയിൻ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കോൺഷ്യസ്ലി ചൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നില്ല. മേ ബി ഇറ്റ് ഈസ് ഓർ സബ് കോൺഷ്യസ്ലി നമ്മുടെ എൻവയോൺമെൻറ്റൽ എക്സ്പോഷർ കാരണം
നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒരു ഹസൽ കൾച്ചറും കാരണമായിരിക്കാം ഈവൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ, അതും വെൽ ഡിസേർവ്ഡ് ഫ്രീ ടൈമാണ്. അതായത് മൺഡേ ടു ഫ്രൈഡേ എക്സ്ട്രീംലി ഹാർഡ് വർക്ക് ചെയ്യുന്നു, മെജോറിറ്റി ഓഫ് ടൈം വർക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് പോലും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഐ കനോട്ട് എൻജോയ് എനി ഗെയിംസ്. പിന്നെ ഏജിങ് മാത്രമല്ല ഇതിലെ ഫാക്ടർ. ഇതെനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു 10 to 15 year old വരുന്ന പല ആൾക്കാരും എൻ്റെ മെയിൻ ചാനൽ വീഡിയോസ് കാണുന്നുണ്ട്. അതിൽ പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവർക്ക് എന്താണ് ഒരു ഗെയിം റെക്കമെൻഡേഷൻ കൊടുക്കുന്നു, അവരും ഇനീഷ്യലി ആ ഗെയിമിന് വേണ്ടി എക്സൈറ്റഡ് ആണ്, പക്ഷേ കുറച്ച് അവേഴ്സ് കളിക്കുമ്പോൾ തന്നെ ആ ഗെയിം മടുക്കുന്നു. മേ ബി ഇത് അഗെയിൻ അവർക്ക് ചിലപ്പം ഗെയിമിങ് പഴയതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടിയാണ്, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലൊക്കെ റീൽസും ഷോർട്സും കാണാൻ തുടങ്ങിയതിന് ശേഷം ഒരു ഗെയിം പിക്ക് ചെയ്ത് ആ ഗെയിം എൻജോയ് ചെയ്യാനുള്ള എബിലിറ്റി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇൻഫാക്റ്റ് ഇത് ഒരു പോയിൻ്റ് എത്തിയതിന് ശേഷം എനിക്ക് മൂവീസ് പോലും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എത്തിയിരുന്നു. കാരണം അറ്റൻഷൻ സ്പാനും പ്രോബ്ലം അത്രയും കുറഞ്ഞിട്ടുണ്ടാവണം. ഒരു 1.5 hour 2 hour ഒന്നും ഒരു ലോങ് ഫോർമാറ്റ് കണ്ടൻറ്റ് കാണാനുള്ള എബിലിറ്റി കംപ്ലീറ്റ്ലി പോയിരുന്നു ഒരു ടൈം വരെ. പിന്നീട് ഞാൻ കോൺഷ്യസ്ലി ചൂസ് ചെയ്തതാണ് റീൽസും ഷോർട്സിൻ്റെ എമൗണ്ട് കുറച്ചു. അതുപോലെ ബോറിംഗ് കണ്ടൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്റ്റേജിലെത്തിയതിന് ശേഷമാണ് പലപ്പോഴും ഈ ലോങ് ഫോർമാറ്റ് വരുന്ന വീഡിയോസ് ആണെങ്കിലും ഈവൻ വീഡിയോ ഗെയിംസ് ആണെങ്കിലും പഴയതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയത്. സോ അറ്റൻഷൻ സ്പാനും അതുപോലെ നമ്മളെ ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയ ലൈഫ് സ്റ്റൈലും ഇതൊരു ഫാക്ടറാണെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. നിങ്ങളും ഇതുപോലൊരു ഫേസിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്, ഞാൻ എന്തിന് വീഡിയോ ഗെയിംസ് കളിക്കുന്നു, അല്ലെങ്കിൽ വൈ ഡു ഐ പ്ലേ വീഡിയോ ഗെയിംസ്? ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യം കേൾക്കുമ്പോൾ ഒരു വെയ്ഗ് അല്ലെങ്കിൽ സിമ്പിൾ അല്ലെങ്കിൽ ഒരു സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ തോന്നാം. കാരണം നമ്മളൊക്കെ ഗെയിംസ് കളിക്കുന്നത് എൻ്റർടൈൻമെൻറ്റിനും അതുപോലെ ഫണ്ണിനും വേണ്ടിയാണെന്നാണ് നമ്മുടെ വിശ്വാസം. ബട്ട് ദാറ്റ്സ് നോട്ട് ട്രൂ. ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ ചെറുതായ സമയത്ത് എസ്പെഷ്യലി സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഗെയിംസ് കളിച്ചുകൊണ്ടിരുന്നത് പലപ്പോഴും ബോർഡും ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ആ ടൈമിൽ എനിക്ക് ഇപ്പോൾ ഉള്ള അത്രയും റെസ്പോൺസിബിലിറ്റി ഇല്ലായിരുന്നു. അതുപോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്യാനില്ലായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആക്ടിവിറ്റീസും അന്ന് എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വെക്കേഷൻ വന്നാലോ ഈവൻ ഒരു വീക്കെൻഡ് വന്നാലോ ചെയ്യാനുണ്ടായിരുന്ന ആക്ടിവിറ്റി വിച്ച് അഗെയിൻ പഠിത്തത്തിന് അധികം ടൈം സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് കുറേയധികം സമയം ഉണ്ടായിരുന്നു. സോ ഈ സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ബോർഡും കിക്ക് ചെയ്യുന്ന മൊമെൻറ്റിലാണ് പലപ്പോഴും ഞാൻ ഗെയിംസ് കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഞാൻ ഗെയിംസ് കളിക്കുമ്പോഴൊന്നും ഞാൻ ഗെയിമിലെ സ്റ്റോറിനെക്കുറിച്ചോ ക്യാരക്ടറിനെക്കുറിച്ചോ ടൈം ലൈനിനെക്കുറിച്ചോ ഇതിനെക്കുറിച്ചൊന്നും ബോധേഡ് അല്ലായിരുന്നു. ഓൾ ഐ കെയർഡ് അബൌട്ട് വാസ് ഹാവിങ് ഫൺ. ഇതേ ഞാൻ ഇപ്പോൾ കളിക്കുന്ന ഗെയിംസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഗെയിംസൊക്കെ എൻജോയ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. നിങ്ങൾ എത്ര പേര് ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ റെഡ് ഡെഡ് റിഡംഷൻ 2 പോലത്തെ അല്ലെങ്കിൽ GTA 4 പോലത്തെ സ്റ്റോറി ഡെപ്തും അല്ലെങ്കിൽ ക്യാരക്ടർ ഡെപ്തും ഉള്ള ഗെയിംസ് പൊതുവേ യങ്ങർ ഓഡിയൻസിന് അധികം അപ്പീലിംഗ് ആയി തോന്നാറില്ല. അതുകൊണ്ട് തന്നെ ഇവരോട് നിങ്ങൾ ഏതാണ് അവരുടെ ഫേവററ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് GTA ഗെയിം എന്ന് ചോദിച്ചാൽ മിക്കവരും പറയാൻ ചാൻസ് ഉള്ള ആൻസർ GTA 5 ആണ്. പക്ഷേ ഇതേ ക്വസ്റ്റ്യൻ നിങ്ങളൊരു മെച്യൂർഡ് അല്ലെങ്കിൽ അത്യാവശ്യം ഏജ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ വീഡിയോ ഗെയിംസിൽ പൊതുവേ സ്റ്റോറിയും ക്യാരക്ടറും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചാൽ മിക്കവാറും അവർ പിക്ക് ചെയ്യാൻ പോകുന്ന ഗെയിം GTA 4 ആണ്. ബൈ നോ മീൻസ് ഇതൊരു കമ്പാരിസൺ വീഡിയോ അല്ല. ഈ രണ്ട് ഗെയിംസിനും 2 ഇൻറ്റൻഷനും ഉണ്ട്. ആ 2 ഇൻറ്റൻഷനും ഈ 2 ഗെയിംസും ഫുള്ളി സാറ്റിസ്ഫൈയും ചെയ്യുന്നുണ്ട്. GTA 4 എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ മെയിൻ ഉദ്ദേശം ഒരു ഹെവിനെസ് ഉള്ള ടോപ്പിക്ക് അല്ലെങ്കിൽ ഹെവിനെസ് ഉള്ള ക്യാരക്ടറിൻ്റെ സ്റ്റോറി പറയാന്നുള്ളതാണ്. അതേ ടൈം GTA 5 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മിക്സ്ഡ് ആയിട്ട് 3 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിൻ്റെ 3 ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈലും 3 ഡിഫറെൻറ്റ് ലൈഫ് പാത്തും കാണിക്കുന്ന ഒരു ഗെയിമാണ്. സോ ഈ 2 ഗെയിംസിനും അതിൻ്റേതായ ഉദ്ദേശങ്ങളും ഉണ്ട്. ആ ഉദ്ദേശം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ ഒരൊറ്റ റീസൺ കൊണ്ട് തന്നെ 2008 ഇറങ്ങിയ GTA 4ഉം 2013 ഇറങ്ങിയ GTA 5ഉം നിങ്ങൾ 2026 ബാക്ക് ടു ബാക്ക് കളിച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾ ഗെയിംസ് കളിക്കുന്നു എന്നുള്ളത് മാറ്ററായി വരും. എക്സാമ്പിൾ, നിങ്ങൾ ഈ 2 ഗെയിംസും കളിക്കുന്നത് ക്യാരക്ടർ ഇമ്പോർട്ടൻസും സ്റ്റോറി ഡെപ്തും ഉള്ളൊരു ഗെയിം കളിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈവൻ ദോ 2008 GTA 4 റിലീസ് ആയതെങ്കിൽ പോലും നിങ്ങൾ മോസ്റ്റ് ലൈക്ലി അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഗെയിമായിരിക്കും. അതേസമയം നിങ്ങൾ ഗെയിം കളിക്കുന്നത് ഫൺ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്. ഇതിൽ സ്റ്റോറിക്കും ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗെയിം വേൾഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസും
അല്ലെങ്കിൽ ഓവറോൾ എൻ്റർടൈൻമെൻറ്റും ആണ് നിങ്ങളുടെ മെയിൻ ഫാക്ടറെങ്കിൽ അല്ലെങ്കിൽ മെയിൻ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ പ്രോബബ്ലി അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് GTA 5 ആയിരിക്കും. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ പഴയ പോലെ ഗെയിംസ് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിന് ഗെയിംസ് കളിക്കുന്നു എന്നുള്ളത് വലിയൊരു ഫാക്ടറായി വരുന്നത്. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് കാലത്ത് എൻജോയ് ചെയ്ത ഗെയിംസ് അല്ല ഇപ്പോൾ ഞാൻ പേഴ്സണലി എൻജോയ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് ബോസ് ഫൈറ്റും ഡിഫിക്കൽറ്റിയുള്ള ഗെയിംസ് എനിക്ക് എക്സ്ട്രീംലി എൻ്റർടൈനിങ് ആയിരുന്നു. ബട്ട് നൗ ഡേയ്സ് ഞാൻ ലീസ്റ്റ് പ്രിഫർ ചെയ്യുന്നതാണ് ഈ ബോസ് ഫൈറ്റ് വരുന്ന, അതിപ്പോൾ നമ്മുടെ സോൾസ് ലൈക്ക് ഗെയിംസ് ആണെങ്കിലും അല്ലെങ്കിൽ ബ്ലാക്ക് മിത്ത് വുക്കോങ് എന്ന് പറഞ്ഞ ഗെയിം ആണെങ്കിലും. യെസ്, ക്യാൻ ഐ ഹാവ് ഫൺ? യെസ്. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഗെയിംസ് അല്ല. ഇൻസ്റ്റഡ് ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് നമ്മളെ RDR2 പോലത്തെ അല്ലെങ്കിൽ കിങ്ഡം കംസ് ഡെലിവറൻസ് പോലത്തെ സ്റ്റോറി ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഇമ്പോർട്ടൻസ് ഉള്ള നമ്മൾ ആ ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞാൽ, എഗെയിൻ എല്ലാ ഗെയിം കളിച്ച് കഴിഞ്ഞാലും നമുക്ക് വിസ്റ്റമൊന്നും കിട്ടില്ല. പക്ഷേ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള വിസ്റ്റം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മോട്ടിവേഷൻ കിട്ടുന്ന ഗെയിംസാണ് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾ എന്താണ് ഒരു ഗെയിം കളിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. നിങ്ങൾ കംപ്ലീറ്റ് ഫണ്ണിനൊക്കെ ആണെങ്കിൽ മിക്കവാറും ഫ്രണ്ട്സിൻ്റെ കൂടെ ഓൺലൈൻ ഗെയിംസ് കളിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്കത് കിട്ടുന്നത്. ഞാനിത് കുറേ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ കൊറോണ ടൈമിൽ PUBGയും ഫ്രീ ഫയറൊക്കെ കളിച്ചുകൊണ്ടിരുന്ന കുറേ ആളുകൾ ഇപ്പോൾ ആ ഗെയിം കളിക്കുമ്പോൾ ആ സെയിം ലെവൽ ഓഫ് ഫണ്ണ് കിട്ടുന്നില്ല. ഇൻഫാക്റ്റ് ഇറ്റ്സ് ക്വൈറ്റ് ദി ഓപ്പോസിറ്റ്. ആ ഗെയിംസൊക്കെ കളിക്കുമ്പോൾ ഡിപ്രസിങ് ആയിട്ടാണ് തോന്നുന്നതെന്ന് പറയാറുണ്ട്. ഇതിൻ്റെ റീസൺ അഗെയിൻ ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്വാഡായിട്ട് കളിക്കുമ്പോൾ അതിൻ്റേതായ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഇൻഫാക്റ്റ് ഗെയിമിലെ വേഴ്സ് മൂവ്മെൻറ്റ് പോലും ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുമ്പോൾ ഒരു ഫണ്ണായിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള സംഭവമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്തിന് ഗെയിം കളിക്കുന്നു എന്നുള്ളത് നിങ്ങളെ ഗെയിമിങ്ങിലെ ഇൻട്രസ്റ്റിനെ വലിയ രീതിയിൽ ബാധിക്കും. ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് ഇങ്ങനെ ഗെയിമിങ്ങിൽ ഇൻട്രസ്റ്റ് നഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ല. പകരം ഇത് ഞാൻ എൻ്റെ ലൈഫിൽ നോട്ടീസ് ചെയ്തിട്ടുള്ളതും അതുപോലെ പൊതുവെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പിന്നെ നമ്മളൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്. ദി ഓൺലി തിങ് ദാറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ് ഈസ് ചേഞ്ച്. യെസ്, 5 വർഷം മുൻപുള്ള നിങ്ങളുടെ വേർഷൻ ആയിരിക്കില്ല ഇപ്പോൾ ഉള്ളത്. അത് ഔട്ട്ലുക്ക് വൈസ് മാത്രമല്ല, നിങ്ങളെ ലൈഫിനുള്ള കാഴ്ചപ്പാടാണെങ്കിലും നിങ്ങൾ പൊതുവേ ക്യാരി ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആണെങ്കിലും വാല്യൂസ് ആണെങ്കിലും ഇതൊക്കെ ചിലപ്പോൾ ഓരോ മാസം കൂടുന്തോറും അല്ലെങ്കിൽ ഓരോ വർഷം കൂടുന്തോറും മാറാം. അതുമാത്രമല്ല, കാലം മാറുന്നതിനനുസരിച്ച് നമുക്ക് പണ്ട് കാലത്ത് ഇഷ്ടമുണ്ടായിരുന്ന ഫുഡാണെങ്കിലും ബുക്സ് ആണെങ്കിലും മൂവീസ് ആണെങ്കിലും ഗെയിംസ് ആണെങ്കിലും ഇതൊക്കെ മാറാം. ഇത് ഹ്യൂമൻ നേച്ചറാണ്. സോ പലപ്പോഴും ഈ ഒരു ചേഞ്ചിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി നമുക്ക് പിൻ പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഗെയിമിങ്ങിൽ ഇൻട്രസ്റ്റ് നഷ്ടമാവുന്നതിൻ്റെ റീസൺ നിങ്ങളെ ജോബായിരിക്കണം എന്നില്ല, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കണം എന്നില്ല, ഞാനീ പറഞ്ഞിട്ടുള്ള ഒരു റീസൺ ആയിരിക്കണം എന്നില്ല. നമുക്ക് ലൈഫിൽ ഒരു ഇൻട്രസ്റ്റും ഫോഴ്സ്ഫുള്ളി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് ഗെയിമിങ്ങിൽ പഴയ ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ നോ ലോങ്കർ എൻജോയ് ഗെയിമിംഗ് ആണെങ്കിൽ മേ ബി ഇറ്റ്സ് എ സൈൻ. ലൈഫ് നിങ്ങൾക്ക് തരുന്നൊരു സൈൻ ആയിരിക്കാം. മേ ബി ഇറ്റ്സ് ടൈം ടു ലെറ്റ് ഗോ ഓഫ് ഗെയിമിംഗ്.